ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. NDAയുടെ മൂന്നാം ഭരണത്തിൽ ഇന്ത്യ മൂന്നാമത് വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകി പ്രധാനമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടിയും ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചും സംസ്ഥാന ബജറ്റ്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ 1 ഗഡു ഏപ്രിലിൽ. പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പദ്ധതി. കോടതി ഫീസുകളും മോട്ടോർ വാഹന നികുതി നിരക്കുകളും പരിഷ്കരിക്കും. ടൂറിസ്റ്റ് ബസ്സുകളുടെ രജിസ്ട്രേഷൻ നിരക്ക് കുറച്ചു. വികസനത്തിലെ കേരള മാതൃക തുടരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളം അപകടകരമായ ധനസ്ഥിതിയിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആവർത്തന ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. കുട്ടികളെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നത് വിലക്കി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശാഖപട്ടണം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 106 റൺസിന് തകർത്ത് ഇന്ത്യ. വാർത്തകൾ വിശദമായി. 2014 11ാമത് വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്ന ഇന്ത്യ ഇന്ന് 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ലോക്സഭയിൽ നടന്ന നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. NDAയുടെ മൂന്നാം വട്ട ഭരണത്തിൽ രാജ്യം മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും. ഇത് മോദിയുടെ ഉറപ്പാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു. പ്രതിപക്ഷത്ത് തന്നെ തുടരാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. പൊതുപരീക്ഷാ ക്രമക്കേട് നിയന്ത്രണ ബിൽ 2024 കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ജമ്മു കശ്മീർ തദ്ദേശ സ്വയംഭരണ സ്ഥാപന നിയമ ഭേദഗതി ബിൽ 2024 കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ജലമലിനീകരണ നിയന്ത്രണ ഭേദഗതി ബിൽ 2024 കേന്ദ്ര സഹമന്ത്രി അശ്വിനി ചൌബെ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഭരണഘടനാ പട്ടികവർഗ ഭേദഗതി ബിൽ 2024, ഭരണഘടനാ പട്ടികജാതി പട്ടികവർഗ ഉത്തരവ് ഭേദഗതി ബിൽ 2024 എന്നിവ കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടയാണ് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടിയും ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചും അടുത്ത സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ്. കേരളത്തെ നിക്ഷേപ കേന്ദ്രമാക്കുന്നത് ലക്ഷ്യമിട്ട് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ 2025 സംസ്ഥാനത്തെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം മേഖലകളിലെ ബജറ്റ് വിഹിതത്തിലും ശ്രദ്ധേയ വർധനവുണ്ട്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ 1 ഗഡു ഏപ്രിലിലെ ശമ്പളത്തിൽ കൊടുക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരം ഇതര സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ പുതിയ പദ്ധതി നടപ്പാക്കും. ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കും. ടൂറിസ്റ്റ് ബസ്സുകളുടെ രജിസ്ട്രേഷൻ നിരക്ക് കുറച്ചപ്പോൾ കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപ കൂട്ടി. മോട്ടോർ വാഹന നികുതി നിരക്കുകളും പരിഷ്കരിക്കും. ഭൂമിയുടെ വിനിയോഗത്തിന് അനുസരിച്ച് നികുതി നൽകണമെന്നും ധനമന്ത്രി പറഞ്ഞു. 1,38,655 കോടി രൂപ വരവും 1,84,327 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. റവന്യൂ കമ്മി 27,846 കോടിയും ധനക്കമ്മി 44,529 കോടിയുമാണ്. നികുതി വരുമാനത്തിൽ 7,845 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,503 കോടി രൂപയുടെയും വർധനവ് ലക്ഷ്യമിടുന്നതായി ധനമന്ത്രി പറഞ്ഞു. കിഫ്ബി ഉൾപ്പെടെ മൂലധന നിക്ഷേപ മേഖലയിൽ 34,530 കോടിയുടെ വകയിരുത്തലുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പദ്ധതി വിഹിതത്തിലേക്ക് 8,532 കോടി വകയിരുത്തി. വ്യവസായ മേഖലയിലെ വകയിരുത്തലും മുൻവർഷത്തേക്കാൾ വർദ്ധിച്ചു. ഗ്രാമീണ ചെറുകിട വ്യവസായ പദ്ധതികൾക്കായി 215 കോടിയും ഇടത്തരം വ്യവസായങ്ങൾക്ക് 773.09 കോടി രൂപയും അനുവദിച്ചു. കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിലെ പ്രധാന കമ്പനികൾ കേരളത്തെ തേടിയെത്തുന്ന വാർത്തകൾ നാം കാണുന്നു. വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്കായി 1,729.13 കോടി രൂപ വകയിരുത്തുന്നു. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾക്കായി 24-25 ബജറ്റിൽ 773.09 കോടി രൂപ വകയിരുത്തുന്നു. ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന തരത്തിൽ അന്വിറ്റി എന്ന പുതിയ പദ്ധതി നടപ്പിലാക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സമയബന്ധിതമായി നൽകും. അംഗൻവാടി ജീവനക്കാർക്കുള്ള പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. 10.5 കോടി തൊഴിൽ ദിനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നൽകും. PM ആവാസ് യോജനയ്ക്ക് സംസ്ഥാന വിഹിതമായി 133 കോടി രൂപ നൽകും. ലൈഫ് പദ്ധതിയിൽ അടുത്ത വർഷം മാർച്ചോടെ 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കും. സംസ്ഥാനത്ത് 3 ലക്ഷം കോടിയുടെ നിക്ഷേപം അടുത്ത 3 വർഷത്തിൽ ലക്ഷ്യമിടുന്നതായും 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. റബ്ബറിന്റെ താങ്ങുവില 170 നിന്ന് 180 വർദ്ധിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് 1,698 കോടിയാണ് വകയിരുത്തിയത്.
ലോകബാങ്ക് വായ്പ ലഭിക്കുന്നതോടെ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല ആധുനികവൽക്കരണം പദ്ധതി പുതുതായി നടപ്പാക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. കുട്ടനാടിലെ അടിസ്ഥാന വികസനത്തിന് 100 കോടിയാണ്. നെല്ലുൽപാദനത്തിന് 93.6 കോടിയും നാളികേര വികസന പദ്ധതിക്ക് 65 കോടിയും ക്ഷീരവികസനത്തിന് 150.25 കോടിയും വകയിരുത്തി. കയർ മേഖലയ്ക്ക് 107.64 കോടി, കശുവണ്ടി മേഖലയ്ക്കായി 53.36 കോടി, മൃഗപരിപാലനത്തിന് 535.9 കോടി എന്നിങ്ങനെയാണ് മറ്റു വകയിരുത്തലുകൾ. ഉൾനാടൻ മത്സ്യബന്ധനത്തിന് 80 കോടിയും മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് 10 കോടിയും പുനർഗേഹം പദ്ധതിക്ക് 40 കോടിയും അനുവദിച്ചു. വിനോദസഞ്ചാര മേഖലയിൽ 5000 കോടിയുടെ വികസന പദ്ധതി നടപ്പാക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രാദേശിക വിനോദസഞ്ചാര വികസന പദ്ധതികൾ കൊണ്ടുവരും. സബ്സിഡികൾ, ഇൻസെന്റീവുകൾ എന്നിവ നൽകിക്കൊണ്ട് വിനോദസഞ്ചാര മേഖലയിലെ സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അടിസ്ഥാന സൗകര്യ വികസനം, ടൂറിസം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത എന്നിവ ഉറപ്പുവരുത്തുന്ന പദ്ധതിക്കായി 15 കോടി രൂപ വകയിരുത്തുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ടും വിനോദസഞ്ചാരികൾക്ക് ലോകോത്തര അനുഭവം പ്രദാനം ചെയ്യുവാൻ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇതുവഴി പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ സാധ്യതയും ലഭ്യതയും വരുമാനവും ഉറപ്പുവരുത്താനാവും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്ന് ധനമന്ത്രി പറഞ്ഞു. സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക ആരോഗ്യ പദ്ധതി നടപ്പാക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 1000 കോടിയുടെ വികസനം നടപ്പാക്കും. സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ അനുമതി നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സംസ്ഥാനത്ത് വിദേശ സർവകലാശാല ക്യാമ്പസുകൾ പരിഗണിക്കും. പഠനത്തിനായി വിദേശത്ത് പോകുന്നവരുടെ എണ്ണം കൂടുന്നത് പരിഗണിച്ച് പ്രവാസികളായ അക്കാദമിക് വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരിക്കും. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് 250 കോടി അനുവദിക്കും. 3 പ്രാദേശിക കേന്ദ്രങ്ങൾ ആരംഭിക്കും. സ്ഥിരം സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് 10 കോടി രൂപ വകയിരുത്തി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദം നേടിയാൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ PhDക്ക് ചേരാനാകും. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയ്ക്ക് 71 കോടിയുടെ ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമാകും. സർവകലാശാലയുടെ കീഴിൽ 3 മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഓരോ ജില്ലയിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. ആരോഗ്യമേഖലയ്ക്കും ബജറ്റ് ഊന്നൽ നൽകുന്നു. കേരളത്തെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റും. മുതിർന്ന പൌരന്മാർക്കായി കൂടുതൽ കെയർ സെന്റർ തുടങ്ങുമെന്ന് ബജറ്റ് പ്രഖ്യാപനം. 5 ജില്ലകളിലായി 5 പുതിയ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി 678.54 കോടി രൂപ അനുവദിച്ചു. വിവിധ പദ്ധതികളിലൂടെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും ബജറ്റിൽ മുൻതൂക്കം നൽകുന്നു. കായിക മേഖലയിൽ 10,000 തൊഴിലവസരം സൃഷ്ടിക്കും. സ്റ്റാർട്ടപ്പ് മിഷൻ വഴി 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ടുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. ഗതാഗത അടിസ്ഥാന സൗകര്യ മേഖലയിലും ബജറ്റ് മുൻഗണന നൽകുന്നു. ഗതാഗത മേഖലയ്ക്ക് 1976 കോടി രൂപ അനുവദിച്ചു. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ 1000 കോടി രൂപയുടെ റോഡ് നിർമ്മാണം പ്രവർത്തനം നടത്തും. KSRTCക്ക് പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ 92 കോടി വകയിരുത്തി. ഇതുൾപ്പെടെ KSRTCക്ക് 128.54 കോടി വകയിരുത്തി. കെ റെയിലുമായി മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ പദ്ധതികൾ. വിഴിഞ്ഞം തുറമുഖം മെയ് മാസത്തിൽ തുറക്കും. വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം മെയ് മാസത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. ദക്ഷിണേന്ത്യയുടെ വ്യാപാര ഭൂപടത്തെ മാറ്റിവരയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുറമുഖ നിർമ്മാണത്തിന് കരാറാകുന്നതിന് ഏറെ മുമ്പ് തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നതുകൊണ്ട് അസാധാരണമായ വേഗത്തിൽ എല്ലാ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. റെയിൽവേ ലൈനിന്റെ കാര്യത്തിലും പുരോഗതിയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ സമീപനം സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ധനമന്ത്രി പറഞ്ഞു. കേന്ദ്ര അവഗണന തുടർന്നാൽ പ്ലാൻ ബിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ സ്വന്തം നിലയ്ക്കെങ്കിലും പ്രതിപക്ഷം തയ്യാറാകണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. രാജ്യാന്തര തലത്തിലെ യുദ്ധങ്ങൾ തുടർന്നാൽ അത് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അതിനെ നേരിടാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്നും ശ്രീ ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന വിനോദസഞ്ചാര, നിർമ്മാണ മേഖലകൾക്ക് പ്രത്യേക പരിഗണന ബജറ്റ് നൽകുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. വ്യവസായ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന ബജറ്റ് പരമ്പരാഗത വ്യവസായ മേഖലയോടുള്ള കരുതൽ വിളിച്ചോതുന്നതുകൂടിയാണെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. കേരളം അപായകരമായ ധനസ്ഥിതിയിലേക്ക് കൂപ്പുകുത്തുമെന്ന സൂചകങ്ങളാണ് ബജറ്റിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയെ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്നതാണ് ബജറ്റെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ ദയനീയ സാമ്പത്തിക സ്ഥിതിക്കുള്ള പരിഹാര മാർഗങ്ങൾ ധനമന്ത്രി നിർദ്ദേശിക്കുമോ എന്നാണ് നോക്കിയതെന്നും എന്നാൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ബജറ്റിലുണ്ടായതെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. റബ്ബറിന് 10 രൂപ മാത്രം കൂട്ടിയത് കർഷകരോട് കാട്ടിയ വഞ്ചനയാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ച നടക്കാത്ത കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ബജറ്റിലെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ കുറ്റപ്പെടുത്തി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനും നികുതി പിരിവ് ഊർജിതമാക്കാനും കടം കുറയ്ക്കാനും എന്തു ചെയ്യുമെന്നത് യാഥാർത്ഥ്യത്തോടുകൂടി അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും ശ്രീ മുരളീധരൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു.
ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത് ബജറ്റല്ല, രാഷ്ട്രീയ പ്രസംഗമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചു. ആരൊക്കെ വിചാരിച്ചാലും സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന വികസനോന്മുഖ ബജറ്റെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച ബജറ്റ് പ്രഖ്യാപനത്തിന് സമ്മിശ്ര പ്രതികരണവുമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ. UDF സർക്കാർ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പ്രസ്താവിച്ചു. ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ചതിനെയും സമിതി സ്വാഗതം ചെയ്തു. കേരള സർവകലാശാല ഉദ്യോഗസ്ഥയായ അഖില: സംസ്ഥാന ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയായിരുന്ന ഒരു ഗഡു DA അനുവദിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുമ്പോഴും ജീവനക്കാരുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് ബാക്കി കുടിശ്ശികയും അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം പങ്കാളിത്ത പെൻഷൻ പേരുമാറ്റി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിച്ചു. ബജറ്റ് ചർച്ചയ്ക്കായി നിയമസഭ ഇനി ഈ മാസം 12-ന് ചേരും. നാളെ മുതൽ 11 വരെ സഭ ചേരില്ല. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പ്രവർത്തനങ്ങളിലും കുട്ടികൾ പങ്കെടുക്കുന്നതിന് വിലക്കി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. റാലികൾ, മുദ്രാവാക്യ പ്രകടനങ്ങൾ, പോസ്റ്ററുകൾ, ലഘുലേഖകൾ എന്നിവയുടെ വിതരണം തുടങ്ങി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറിയായി സഞ്ജയ് ജാജു ഇന്ന് ചുമതലയേറ്റു. തെലങ്കാന കാഡറിൽ നിന്നുള്ള 1992 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ജാർഖണ്ഡിൽ വിശ്വാസ വോട്ട് നേടി ചമ്പൈ സോറൻ. 81 അംഗ ജാർഖണ്ഡ് നിയമസഭയിൽ 47 MLA-മാരുടെ പിന്തുണയോടെയാണ് ചമ്പൈ സോറൻ വിശ്വാസം നേടിയത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8-നകം നൽകേണ്ടതാണ്. കേരള പോലീസിൽ പുതുതായി രൂപവൽക്കരിച്ച സൈബർ ഡിവിഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. വർദ്ധിച്ചുവരുന്ന സൈബർ അതിക്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സൈബർ ഡിവിഷൻ ആരംഭിക്കുന്നത്. വിശാഖപട്ടണം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 106 റൺസിന് തകർത്ത് ഇന്ത്യ. 399 റൺ വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിന് 292 റൺസ് നേടുന്നതിനിടെ വിക്കറ്റെല്ലാം നഷ്ടമാവുകയായിരുന്നു. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓരോ ജയം വീതം നേടി ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. NDAയുടെ 3-ാം ഭരണത്തിൽ ഇന്ത്യ 3ാമത് സമ്പദ്വ്യവസ്ഥയായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകി പ്രധാനമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടിയും ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചും സംസ്ഥാന ബജറ്റ്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ ഒരു ഗഡു ഏപ്രിലിൽ. പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പദ്ധതി. കോടതി ഫീസുകളും മോട്ടോർ വാഹന നികുതി നിരക്കുകളും പരിഷ്കരിക്കും. ടൂറിസ്റ്റ് ബസ്സുകളുടെ രജിസ്ട്രേഷൻ നിരക്ക് കുറച്ചു. വികസനത്തിലെ കേരള മാതൃക തുടരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളം അപകടകരമായ ധനസ്ഥിതിയിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആവർത്തന ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.